ഇതുപോലെ ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടാലോ. ഇത് കുറച്ച് കുരുമുളകാണ്. വീട്ടിൽ സ്ഥലമില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ വളർത്താതിരുന്നിരുന്ന ഒരു ഐറ്റമാണ്. പക്ഷെ കടയിൽ നിന്ന് വാങ്ങാൻ നല്ല റേറ്റും ഉണ്ട്. ഏകദേശം ഒരു 600 സംതിങ് ഒക്കെ ഒരു കിലോന് വില വരുന്നുണ്ട് തോന്നുന്നുണ്ട്. നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് മേടിക്കുമ്പോൾ കുറച്ചൊരു 100 ഗ്രാമൊക്കെ മേടിക്കുമ്പോൾ 50-60 അത്രയൊക്കെ റേറ്റ് വരാറുണ്ട്. അത് കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. ഉപയോഗമാണെങ്കിൽ നമുക്ക് കൂടുതൽ വേണം കുരുമുളക്. നമുക്ക് നല്ലതാണല്ലോ എല്ലാ ആവശ്യങ്ങൾക്കും. ഒരു പനി ജലദോഷം വന്നാൽ പോലും നമ്മൾ എന്തെങ്കിലുമൊക്കെ തിളപ്പിച്ച് കുടിക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമാണ്. അങ്ങനെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അപ്പോൾ ഒട്ടും സ്ഥലമില്ലാത്തവർക്കും കുറച്ച് ചട്ടിയിൽ ഇതുപോലെ മേടിച്ച് വെച്ചാൽ മതി. ഇത് മണ്ണുത്തിയിൽ നിന്ന് വാങ്ങിയതാണ്. മണ്ണുത്തിയിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് 60, 70, 80 പല റേറ്റിനും അവിടെ കിട്ടും കേട്ടോ. അപ്പോൾ ശരിക്കും അന്വേഷിച്ചിട്ട് റേറ്റ് കുറവുള്ളിടത്തും നല്ല തൈകളും നോക്കിയിട്ട് വാങ്ങാൻ ശ്രദ്ധിക്കണം. ഇവിടെയൊക്കെ നമ്മളുടെ വീടിൻ്റെ അടുത്തൊക്കെ നഴ്സറിയിൽ 100 രൂപയൊക്കെ വില വരുന്നുണ്ട്. ഒരു ചട്ടിയിൽ തന്നെ 2 തൈകൾ വീതമൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ. പക്ഷേ നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടാണ്. ആ റിസൾട്ട് എനിക്ക് അവസാനം കാണിച്ചു തരേ. ഇത് കുറച്ച് തണലുള്ള സ്ഥലത്താണ് നമ്മൾ വെക്കേണ്ടത്. വെയിലത്തൊന്നും കൊണ്ടുവെക്കരുത് കേട്ടോ. ചട്ടിയിൽ വെക്കുമ്പോൾ അടിയിൽ കുറച്ച് കരിയിലിട്ട് കൊടുത്ത് പിന്നെ ചാണകപ്പൊടി മണ്ണും മിക്സ് ചെയ്തിട്ട് വെച്ച് കൊടുത്തതാണ്. പിന്നെ ജസ്റ്റ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് വെയിലത്ത് വെച്ച് ഇതുപോലെ ഉണക്കിയിട്ട് ഇത് അടിപൊളിയായിട്ട് നമുക്ക് കുരുമുളക് കിട്ടിയിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിൽ അടച്ച് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴൊക്കെ ഫൈനൽ റിസൾട്ട് നമുക്ക് ഒരുപാട് സന്തോഷം തോന്നൂല്ലേ.